കോതനല്ലൂർ ഇരട്ടപ്പുണ്യവാന്മാരായ കന്തീശങ്ങളുടെ മധ്യസ്ഥത്തിലുള്ള ഇടവകയിൽ ജനിക്കുന്ന ഇരട്ടക്കുട്ടികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുന്നത് ഏവരെയും അതിശയിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ആർക്കും സാധിക്കുന്നില്ല. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനങ്ങൾ 127:3. മാതാപിതാക്കന്മാർക്ക് കിട്ടിയ അനുഗ്രഹമാണ് നമ്മള്. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം സമ്മാനം എന്ന് പറയുമ്പം ഒരപ്പനും അമ്മയ്ക്കും അവരുടെ ദാമ്പത്യ കൂട്ടായ്മയിൽ ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ സമ്മാനം എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുന്നു, ആഘോഷിക്കുന്നു. എന്നാൽ ഇരട്ടകൾ ലഭിക്കുക, സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ദൈവം ആ മാതാപിതാക്കന്മാർക്ക് കൊടുത്ത വലിയ അനുഗ്രഹം, അടയാളവും. കന്തീശങ്ങളുടെ മധ്യസ്ഥത്താൽ ഇടവകയിലെ മാതാപിതാക്കന്മാരെ ദൈവം ഇരട്ടക്കുട്ടികളെ നൽകി അനുഗ്രഹിക്കുന്നു. വിവാഹശേഷം അനേക വർഷത്തെ കാത്തിരിപ്പിനും വിവിധയിടങ്ങളിലെ ചികിത്സകൾക്ക് ശേഷവും മക്കളെ ലഭിക്കാത്തവർ ഇരട്ട പുണ്യവാന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ സന്താനഭാഗ്യം ലഭിച്ചതായി നിരവധി പേർ സാക്ഷ്യപ്പെടുത്തുന്നു. കോതനല്ലൂർ ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥരും ഇരട്ട പുണ്യവാന്മാരുമായ കന്തീശങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇരട്ടകളുടെ മഹാസംഗമം നടത്തി. 8 ജോഡി ഇരട്ട വൈദികരുടെ സമൂഹ ബലി അർപ്പണത്തിന് ശേഷം കന്തീശങ്ങളുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് ആഘോഷമായി തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ഇരട്ടകളുടെ സമർപ്പണ ശുശ്രൂഷയ്ക്ക് പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേതൃത്വം നൽകി. പ്രശസ്ത ഇരട്ട വൈദികരായ ഫാദർ റോബി കണ്ണംചിറയും ഫാദർ റോയി കണ്ണംചിറയും ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തു. വർഷാവർഷങ്ങളിൽ ഇരട്ടകൾ കൂടിക്കൂടി വരുന്ന ഈ കോതനല്ലൂർ പ്രദേശത്ത് കോതനല്ലൂർ സംഗമത്തിൽ എല്ലാ വർഷവും ജൂൺ 19-ാം തീയതിയാണ് ഇരട്ടകളുടെ സംഗമം നടത്തപ്പെടുക. കന്തീശങ്ങളുടെ നാമധേയത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹലബ്ധി ഉണ്ടാകുന്ന ഒരുപാട് ആളുകൾ ഇരട്ട കുഞ്ഞുങ്ങളെ ലഭിച്ചതായി സാക്ഷ്യം പറയുന്നുണ്ട്. വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇരട്ട കുട്ടികളെ ലഭിക്കുന്നതിൻ്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിലാണ് ഓരോ വർഷവും ഇരട്ടകളുടെ സംഗമത്തിൽ വരുന്ന കുട്ടികളുടെ എണ്ണം ഇരട്ടിച്ചിരട്ടിച്ച് വരിക. ഇരട്ടകളോടൊപ്പം തന്നെ ഇരട്ട പിറന്നവരുടെ വിവാഹം ചെയ്ത ഇരട്ടകളും അതുപോലെ ഇരട്ട പിറന്നവരുടെ മക്കളായ ഇരട്ടകളും അത് ഒരു വീട്ടിൽ തന്നെ 3 കുട്ടികളുള്ള ജോഡിയും എല്ലാം ഇവിടെ ഈ സംഗമത്തിന് എത്തിച്ചേരുന്നു എന്നുള്ളത് കോതനല്ലൂരിന് കേരളത്തിലെ തന്നെ മറ്റൊരു പള്ളികൾക്കും കാണാത്ത തരത്തിലുള്ള വലിയ സവിശേഷമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. അത് ഈ കോതനല്ലൂർ ഇടവകക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ സാഹചര്യവുമാണ്. ഇറ്റലിയിൽ മിലാനിലെ പട്ടണത്തിൽ ജന്മം കൊണ്ട ഗർവാസീസെ പ്രോത്താസീസെ കനിയേണമേ. താതൻ വിറ്റാലീസിനും മാതാവലരിയയ്ക്കും യേശുനാഥൻ സമ്മാനിച്ച പുണ്യ സോദരങ്ങളെ. ഇറ്റലിയിൽ മിലാനിലെ പട്ടണത്തിൽ ജന്മം കൊണ്ട ഗർവാസീസെ പ്രോത്താസീസെ കനിയേണമേ. പാലൂട്ടിയും താരാട്ടിയും ലാളിച്ചു വളർത്തി പ്രിയ പാവന ശിശുക്കളെയ മാതാപിതാക്കൾ. പാലൂട്ടിയും താരാട്ടിയും ലാളിച്ചു വളർത്തി പ്രിയ പാവന ശിശുക്കളെയ മാതാപിതാക്കൾ. യേശുവിൻ വചനം കേട്ടും വിശ്വസിച്ചും മാതാവും പിതാവും പ്രാർത്ഥനാചാരങ്ങൾ അനുവർത്തിച്ചു. യേശുവിൻ വചനം കേട്ടും വിശ്വസിച്ചും മാതാവും പിതാവും പ്രാർത്ഥനാചാരങ്ങൾ അനുവർത്തിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വളർന്നു വരവേ റോമൻ സൈന്യത്തിന്റെ വാൾമുനയാൽ വധിക്കപ്പെട്ടു മാതാപിതാക്കൾ ക്രൂരമായി. വളർന്നു വരവേ റോമൻ സൈന്യത്തിന്റെ വാൾമുനയാൽ വധിക്കപ്പെട്ടു മാതാപിതാക്കൾ ക്രൂരമായി. രക്തസാക്ഷികളായി തീർന്നു മാതാപിതാക്കൾ യേശുവിൻ തൃപ്പാദത്തിൽ വിശുദ്ധ പുഷ്പങ്ങളായി ചേർന്നു. രക്തസാക്ഷികളായി തീർന്നു മാതാപിതാക്കൾ യേശുവിൻ
സന്ദേശങ്ങളുടെ സംഗമം ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ വരുന്നതാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊളക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇവിടെ ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ വരുന്നതാണ്. എൻ്റെ പേര് ബ്രിട്ടോ. ഞങ്ങൾ ഈ സംഗമം വളരെ ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാണ്. എല്ലാ വർഷവും അതുകൊണ്ടാണ് വരുന്നത്. 2007 അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് പുത്തൻപുരയിലാണ് ആദ്യമായി ഈ ദേവാലയത്തിൽ ഇരട്ടകളുടെ സംഗമം നടത്തിയത്. അന്ന് 35 ജോഡി ഇരട്ടകൾ ഇതിൽ പങ്കെടുത്തു. 2025 ആയപ്പോൾ 385 ജോഡി ആയി. കോതനല്ലൂർ ഇടവകയിൽ നിന്ന് മാത്രം 27 ജോഡി ഇരട്ടകളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത്. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ പടിക്കക്കുഴുപ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം ജോസ് മാമലശ്ശേരിൽ എന്നിവർ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 2026 നടക്കുന്ന ഇരട്ടകളുടെ മഹാസംഗമം വൻ വിജയമാക്കേണ്ടതിന് എല്ലാ ഇരട്ടകളെയും പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. ഇതിലേക്കായി അവരുടെ കൈകളിൽ എത്തും വരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ.